CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോയ എയർ ഇന്ത്യ ബോയിംഗ് വിമാനം ജനവാസ മേഖലയിൽ തകർന്നു വീണു. ദുരന്തത്തിൽ മരണസംഖ്യ 133ആയി. മരണസംഖ്യ ഉയർന്നേക്കാം. 242 പേർ വിമാനത്തിലുണ്ടായിരുന്നുവെന്ന് പ്രാഥമിക വിവരം. തലമുറകൾക്ക് അക്ഷരവെളിച്ചം പകർന്ന വൈലത്തൂർ AMLP സ്കൂളിനെ താഴുവീഴുന്നു. 1 നൂറ്റാണ്ടോളം നാടിന് അറിവിന്റെ വെളിച്ചം പകർന്ന വിദ്യാലയമാണ് അടച്ചുപൂട്ടാനൊരുങ്ങുന്നത്. കുന്നംകുളത്തുൾപ്പെടെ കോടികളുടെ തട്ടിപ്പ് നടത്തി മുങ്ങിയ വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി തട്ടിപ്പ് മുഖ്യപ്രതി പോലീസിന്റെ പിടിയിൽ. വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി തട്ടിപ്പിൽ മുഖ്യപ്രതിയും മുൻ ചെയർമാനുമായ മലപ്പുറം പയ്യനാട് ചിത്രാലയം വീട്ടിൽ സജീഷ് കുമാറിനെ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. CPIM കോൺഗ്രസ് ഒത്തുകളി ആരോപണം. കുന്നംകുളം നഗരസഭയിൽ BJP പ്രതിഷേധം. കൗൺസിൽ അജണ്ടകൾ ചർച്ച ചെയ്യാതിരിക്കാൻ CPMനെ കോൺഗ്രസ് സഹായിക്കുകയാണെന്നാരോപിച്ച് കൗൺസിൽ യോഗത്തിൽ BJP അംഗങ്ങൾ പ്രതിഷേധിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെട്ട് ഭവന നിർമ്മാണം പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്ക് പഞ്ചായത്ത് പണം നൽകുന്നില്ലെന്ന് പരാതി. ഭരണസമിതിയുടെ അനാസ്ഥ സാധാരണക്കാരായ ജനങ്ങളെ ദുരിതത്തിലാക്കുകയാണെന്നാരോപിച്ച് പ്രതിഷേധവുമായി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തി. അകലാട് മൂന്നൈനിയിൽ ദേശീയപാതയിലെ കുഴിയിൽ ചാടി ഭാരം കയറ്റി വന്ന ലോറി ചെരിഞ്ഞു. വ്യാഴാഴ്ച രാവിലെ മരം കയറ്റി വന്നിരുന്ന ലോറിയാണ് കുഴിയിൽ ചെരിഞ്ഞത്. അപകടക്കുഴികൾ അടയ്ക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ശക്തമായ കാറ്റിൽ തിരുവത്ര ചെങ്കോട്ടയിൽ വീടിന്റെ ഓടുപൊട്ടി തലയിൽ വീണ് യുവാവിന് പരിക്കേറ്റു. ചെങ്കോട്ടയിൽ മേപ്പുറത്ത് നൌഫലിനാണ് പരിക്കേറ്റത്. കുന്നംകുളം കക്കാട് ശ്രീമഹാഗണപതി ക്ഷേത്രത്തിൽ നടന്നുവരാറുള്ള 24,008 നാളികേരമെറിഞ്ഞുള്ള വേട്ടയ്ക്കരൻ പാട്ട് കർണാടകയിൽ ജൂൺ 14, 15 തീയതികളിൽ സംഘടിപ്പിക്കുന്നതായി ക്ഷേത്ര സംരക്ഷണ സമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുന്നയൂർക്കുളം സാഹിത്യ സമിതി വാർഷികവും മാധവിക്കുട്ടി പുരസ്കാര സമർപ്പണവും ജൂൺ 14 ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ വിരമിച്ച അങ്കണവാടി പ്രവർത്തകർക്ക് യാത്രയയപ്പ് നൽകി. ചൂണ്ടൽ പഞ്ചായത്തിൽ 2025-26 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം നടപ്പിലാക്കുന്ന പുഷ്പകൃഷിയുടെ ഭാഗമായി ചെണ്ടുമല്ലിത്തൈ വിതരണം നടത്തി. കണ്ടാണശ്ശേരി MSS UP സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് പച്ചക്കറി തൈകൾ വിതരണം നടത്തി. പുത്തൻകടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിൽ ബാലവേല വിരുദ്ധ ദിനം ആചരിച്ചു. കടപ്പുറം പഞ്ചായത്തിലെ 2ാം വാർഡിലെ വിവിധ റോഡുകളുടെ പുനർനിർമ്മാണത്തിൽ മെമ്പറും പഞ്ചായത്ത് ഭരണസമിതിയും കാണിക്കുന്ന അനാസ്ഥയ്ക്കെതിരെ ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം BMSന്റെ നേതൃത്വത്തിൽ പ്രതിഷേധാജ്ഞ തെളിയിച്ചു. വേലൂർ തെക്കേക്കരയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പുഴമ്പള്ളത്ത് രമേഷ് മകൻ 26 വയസ്സുള്ള മിഥുനെയാണ് രാവിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.